ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കുറെ ആൾക്കാർ പറയുന്നു ഞങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, ഞങ്ങൾക്ക് എന്താണ് ആ ഒരു പേഴ്സന്റെ അപ്പുറത്തെ ഇമോഷൻ എന്ന് മനസ്സിലാകുന്നില്ല. സോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ചെയ്യുമോ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ചെയ്യുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അറ്റ് വാസ് എ റിക്വസ്റ്റ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ നോ കോണ്ടാക്ട് ആണ്, ലെസ് കോണ്ടാക്ട് ആണ്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്ലാരിറ്റി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണ്, പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല, അപ്പുറത്തെ സൈഡിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളവരുടെ എനർജി ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്, ലെസ് കോണ്ടാക്ട് ആണ്, നിങ്ങളുടെ പാർട്ട്ണറുടെ മനസ്സിൽ എന്താണ് എന്നാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോകാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. കാർഡ് ഷഫിൾ ചെയ്യുന്ന കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് എന്റെ കാർഡ് അറേഞ്ച് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. റീഡിംഗ് തുടങ്ങിയിട്ടില്ല കേട്ടോ. ചിൽസ് പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോകാം. നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഡയറക്റ്റ് മെസ്സേജ് നോക്കണം എന്ന ആവശ്യമുണ്ട്. ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ അതും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന ആൾക്കാർ മാത്രം കാണുക. ആ ക്രൈറ്റീരിയയിലല്ല നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണും. ഓക്കെ, അല്ല നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വളരെയധികം ഇൻട്യൂട്ടീവ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ പല കാര്യങ്ങളും ഏഞ്ചൽസ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കുക. പക്ഷെ ഏഞ്ചൽസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ പല കാര്യങ്ങളും തോന്നുന്നു, അത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാത്ത ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇതിനകത്ത് എനിക്ക് കാണും, നിങ്ങൾ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇവൻ നിങ്ങളുടെ എന്ത് കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു തോന്നൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നതാണ് കാര്യം, അല്ലെങ്കിൽ എടി ഇന്നതാണ് കാര്യം എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് എങ്കിൽ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ബിക്കോസ് ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ആൻഡ് മോർ ഓവർ പല ക്ലാരിറ്റീസും എന്റെ അഭിപ്രായത്തിൽ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, കുറെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സങ്കല്പിച്ച് വെക്കുന്നുണ്ട്. സങ്കല്പിച്ച് വെക്കുന്നതല്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളിപ്പോ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കണ്ണു തുറന്നിട്ട് ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നതല്ല ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പെട്ടെന്ന് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കും, ഇതായിരിക്കും ബെറ്റർ, ഇതാണ് എന്റെ ഡെസിഷൻ, അങ്ങനെയുള്ള രീതിയിലുള്ള തോട്ടുകൾ നിങ്ങളുടെ മനസ്സിൽ വന്നാലാണ് അത് ഇൻറ്റ്യൂഷൻ. അല്ലാതെ നിങ്ങൾ തന്നെ സ്വയമേ ഇരുന്ന് ചിന്തിച്ച് കൂട്ടി ഡ്രീം ഉണ്ടാക്കിയിട്ട് ഇതാണ് എന്റെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നതല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷനും ഡ്രീമിങ്ങും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത് എന്നതാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കൺ സ്റ്റേറ്റിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകും എന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ വരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്ത സർട്ടൻ സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ പേടിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതെന്താ സിറ്റുവേഷൻ ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ പേഴ്സൺ ജെന്യുവൻലി നിങ്ങളുടെ അടുത്തൊരു ഫോർഗീവ്നെസ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം അവർ മാറി നിൽക്കുന്നത് കൊണ്ടോ അവരുടെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ജെന്യുവിൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന് അവർക്ക് തികച്ചും അറിയാം. ഓക്കെ, അവരില്ലെങ്കിലും അവരുടെ ഡ്രീമിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന ടെലിപ്പത്തിക് മെസ്സേജസ്, കമ്മ്യൂണിക്കേഷൻസ് അവർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു വൺ സൈഡഡ് ലവ് ആയിട്ട്
നിങ്ങൾ ഇതിനെ മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോംപ്ലക്സ്ലി ചിന്തിച്ച് നിങ്ങൾ മാത്രമാണ് ഇതിനകത്ത് എഫേർട്ട് എടുക്കുന്നത് എന്ന പോലെ നിങ്ങൾ ഇതാക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ സർട്ടൻ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എവേക്കണിലേക്ക് വന്നുകൊള്ളും. ആ ഒരു എവേക്കണിൽ എത്തുന്നതിന് മുമ്പുള്ള ബുദ്ധിമുട്ടാണെന്നാണ്. ബിക്കോസ് ട്വിൻ ഫ്ലെയിം വൺസ് എവേക്കൻഡ് ആയാൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവർ പറയും, ഇനി ഞാൻ നിന്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല, നീ തന്നെയാണ് എന്റെ പകുതി, അല്ലെങ്കിൽ നീ തന്നെയാണ് എന്റെ ഫ്യൂച്ചർ എന്ന് എനിക്ക് മനസ്സിലായി എന്നൊരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭാവിയിൽ സംസാരിക്കാൻ ആ ഒരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പാസ്റ്റ് ലൈഫ് നിങ്ങളുമായി കണക്റ്റഡ് ആണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആകാനുള്ള അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സോൾമേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് യെസ്, ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളാണ് ബെസ്റ്റ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഒരു ഡേറ്റിങ്ങിന് പോകാനും വേണ്ടി ഇവർ തികച്ചും താല്പര്യപ്പെടുന്നു. വാവ്, ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ തുറന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സർട്ടൻ കാർമിക് സിറ്റുവേഷനുകളുടെ ആയിരിക്കാം കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടുമെന്നാണ്. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ എല്ലാവരും എന്തായാലും പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ചിലപ്പോൾ കേപ്പബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിനേക്കാൾ നമ്മുടെ ഇൻറ്റ്യൂഷനെ ആദ്യം കേൾക്കുക. അതിനകത്ത് നമുക്ക് ക്ലാരിറ്റി തികച്ചും കിട്ടുന്നില്ല എങ്കിൽ മാത്രം ഒരാളുടെ സഹായം തേടിയാൽ മതി. കാരണം ഈ ഒരു ഫയൽ നിങ്ങൾ തുറന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നതാണ്. ഈവൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മുടെ തേർഡ് ഐ ചക്ര ക്ലെൻസ് ചെയ്യൂ, നിങ്ങൾക്ക് നല്ല പോസിറ്റിവിറ്റി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി ആണ്, ടെൻസ്ഡ് ആണ്, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഓൺലൈനിൽ സേജ് കിട്ടും. സേജ് പക്ഷെ ഒറിജിനൽ സേജ് തന്നെ മേടിക്കാം. ബിക്കോസ് സാധാരണ സേജും കിട്ടുന്നുണ്ട്. പിന്നെ ഈ സേജ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന് ഭയങ്കര മണങ്ങളൊന്നും ഇല്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര സെന്റഡ് സേജ് ആണ് കിട്ടിയെന്നും. അല്ല, സാധാരണ ഇലകൾ കത്തിക്കുന്ന ആ ഒരു മണമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ അത് നമ്മുടെ റൂമിനെ, നമ്മുടെ മൈൻഡിനെ ഒക്കെ ക്ലെൻസ് ചെയ്യും. സോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കുക. കാരണം ഒത്തിരി പറ്റിക്കപ്പെടുന്നുണ്ട് ആ ഒരു കാര്യത്തില്. അപ്പം അത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് വെച്ച് എപ്പോഴും നിങ്ങളെ ക്ലെൻസ് ചെയ്യാം. അതുപോലെ തന്നെ മേ ബി നിങ്ങളുടെ പാർട്ട്ണറും ക്ലെൻസ് ആകുകയാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്യാവുന്നതാണ്. സം കൈൻഡ് ഓഫ് റിച്വൽസ് ചെയ്യില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെയും ഇപ്പം അവരെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഓറയ്ക്ക് ചുറ്റുമൊക്കെ ക്ലെൻസ് ചെയ്യുന്നത്, അതായത് ഈ സേജ് ലീഫ് കൊണ്ടൊന്ന് ചുറ്റുന്നത് നല്ലതാണ്, കത്തിച്ചിട്ട് എന്നാണ്. നിങ്ങൾക്കും അത് നല്ലതാണ്. അതൊരു സെൽഫ് വർത്ത്, സെൽഫ് ലവ്, അങ്ങനെ ഒരു മെന്റാലിറ്റി നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, യെസ്, എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കണക്ഷൻ പോസിറ്റിവിറ്റിയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു പേഴ്സന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. എന്റെ എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആകാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ അഭിപ്രായത്തിൽ ഇൻറ്റ്യൂഷനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വപ്നം കാണുന്നതായിട്ട്, ഡ്രീം ചെയ്യുന്ന ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് ഡ്രീം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. കാരണം എനർജി വരുന്നത് മൊത്തവും ആ ഒരു ട്രസ്റ്റ്, പ്രോസ്പെരിറ്റി, കൈൻഡ് ഓഫ് പ്രപ്പോസിങ്, പ്രോസ്പെരിറ്റിന്റെ വയലിൽ നിന്ന് വന്നുപോയ ഒരു സംഭവമാണ് ഓട്ടോമാറ്റിക്കലി. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആൻഡ് സംഹൗ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്രയും കാർമിക് സ്റ്റേജസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. യെസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സേജ് ഉപയോഗിക്കാം എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഏഞ്ചൽസ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ വേദന, നിങ്ങളുടെ എഫേർട്ട് ഒക്കെ ഏഞ്ചൽസ് കാണുന്നുണ്ട്. സംഹൗ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേജർ ചേഞ്ച്, മേജർ ഷിഫ്റ്റ് വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മിറാക്കിൾസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിറാക്കിൾസ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ റിലേഷൻഷിപ്പുകൾ പോലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ഗ്രോത്ത് ഉണ്ടാകും എന്നതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണമോ വേണ്ടയോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്റെ അഭിപ്രായത്തിൽ ഐ തിങ്ക് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഭയങ്കര വൈബ്രേറ്റഡ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്.
സോ ഫെബ്രുവരി മന്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ എൻറ്റയർ ലൈഫ് തീരുമാനിക്കാൻ പോകുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് എപ്പോഴും ഫെബ്രുവരി എന്ന ആ ഒരു തോട്ട് വരുന്നുണ്ട്. സോ ഫെബ്രുവരി മന്തിൽ സംഭവം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കൈൻഡ് ഓഫ് യൂണിയൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം റെക്കഗ്നിഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ മോറോവർ ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ നോ കോണ്ടാക്ട് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്കറിയില്ല എത്ര ആൾക്കാർക്ക് ഇത് എന്താണ് റെലവെന്റ് ആയിരിക്കുമെന്ന്. പക്ഷെ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് ഹൈലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്ന കൈൻഡ് ഓഫ് മാരേജ് പ്രപ്പോസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല വരുന്നതായിട്ട്. അതായത് നിങ്ങളുടെ ലവ് ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരികയാണ് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണുമായി അറ്റാച്ച്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാണ്. ഡിറ്റാച്ച്മെന്റ് അതായത് ഡിവോഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ചോയ്സ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുക്കേണ്ട ചോയ്സ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതായത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫെബ്രുവരിയിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു ജനുവരി ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇല്ലയോ എന്ന ഒരു സംഭവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരും. അതായത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഒരു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു. വെൻ എന്ന് ചോദിച്ചാല് ഫെബ്രുവരി മന്തിലായിരിക്കാം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. കാരണം ഇതിനകത്ത് ഫെബ്രുവരി എന്ന് പിന്നെയും എന്റെ മനസ്സിൽ പറയുന്നുണ്ട്. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു ജനുവരി ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ എനർജി കാണാം. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡാണിത്. ഓക്കെ, പ്രഗ്നൻസി, ബാലൻസിങ് എനർജി ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും കെമിസ്ട്രി, ട്രസ്റ്റ് ആൻഡ് പ്രപ്പോസിങ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് അത് അങ്ങനെയുള്ളൊരു സ്പെസിഫിക് എനർജി വെച്ചിട്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആൻഡ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ദർ ഈസ് പോസിറ്റിവിറ്റി. ഇനിയും ഇതിനകത്ത് പ്രതീക്ഷയുണ്ട്. ഫെബ്രുവരി മാസം നിങ്ങൾക്ക് നല്ലതായി പോകാൻ പോവാണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഫെബ്രുവരി മാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ കണക്ഷൻസ്, പുതിയ പ്രപ്പോസൽ, പുതിയ മാരേജ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ സെർച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രൂ ലവിനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ഒത്തിരി നല്ല പോസിറ്റീവ് വൈബ്രേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് സംഹൗ നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങൾ തന്നെ സ്നേഹിക്കുന്ന നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വരെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓ സോറി, ഞാൻ മറന്നു, ഫെബ്രുവരിയിലാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ വരുന്നത്. ഞാൻ ഈ റീഡിങ് ചെയ്തപ്പോൾ അത് ഒരിക്കലും ഓർത്തില്ലായിരുന്നു. പക്ഷെ അറിയില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാലന്റൈൻസ് ഡേ പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ സംഹൗ സംബഡി ഈസ് കമ്മിങ് ടുവേർഡ്സ് യു, ആരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ന്യൂ ബിഗിനിങ്, ആരിൽ സ്റ്റക്ക് ആവണം, ആരെ ഡിറ്റാച്ച് ചെയ്യണം എന്നുള്ളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഫെബ്രുവരി മാസം കിട്ടും എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കുറെ ആൾക്കാരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെയാണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസം നിങ്ങൾക്ക് മൂവ്മെന്റ് നന്നായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ആൻഡ് ഒത്തിരി ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു നമ്മുടെ റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ഇട്ടിട്ട്. അപ്പം ആ റിവ്യൂ തന്നതിനും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ നമുക്ക് ചാർജ്ഡ് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് മന്ത് ഇസ് ഗോണ ബി ഓസം ഫോർ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും അടുത്ത മാസം ഉണ്ടാകും. അടുത്ത മാസം അല്ല, ഈ മാസം ഈ ഒരു ലാസ്റ്റ് വീക്ക് തൊട്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും. ആ ഒരു പ്രപ്പോസിങ് എനർജിയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുകയാണ്. ആ ഒരു ബ്രൈറ്റ് മൂൺ എനർജിയിലേക്ക് നിങ്ങൾ കയറുകയാണെന്നാണ് കാണിക്കുന്നത്. സോ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് പോയിന്റിലേക്ക് യൂണിവേഴ്സ് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ബൈ.